I'm sweating, guys. I'm sweating. Bye, guys. ഹൻസു ബിയുടെ സബ്സ്ക്രിപ്ഷൻ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? ഇപ്പം യൂട്യൂബിൽ ചർച്ചാ വിഷയം അതാണ്. രേണുസുധീന്റെ സബ്സ്ക്രിപ്ഷൻ മാത്രം വലിയ കുറ്റം, ഇവരുടെ ഒന്നും സബ്സ്ക്രിപ്ഷൻ കുറ്റമല്ല എന്ന് കരുതുന്ന ആൾക്കാരോടാണ്. സ്വന്തം ശരീരം വിറ്റിട്ട് പൈസ മേടിക്കുന്നത് ആരാണെങ്കിലും അത് ശുദ്ധ തെണ്ടിത്തരും തെമ്മാടിത്തരും തന്നെയാണ്. അത് രേണു ചെയ്താലും ഹൻസിക കൃഷ്ണ ചെയ്താലും നാളെ ഇനി വേറെ ആരെങ്കിലും ചെയ്താലും. ഓക്കെ, ഹൻസിക കൃഷ്ണ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഈ ഒരു പരിപാടിയിലോട്ടൊക്കെ പോകും എന്നുള്ളത്. ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്തോരം നല്ല കാര്യങ്ങൾ, പല പാട്ട് പഠിപ്പിക്കാനോ ഡാൻസ് പഠിപ്പിക്കാനോ ഡ്രോയിങ് പഠിപ്പിക്കാനോ തുന്നൽ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാസ് എടുക്കാനോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വളരെ മാന്യമായ രീതിയിൽ ഉപയോഗിച്ച് മുമ്പോട്ട് പോകാമെന്ന് അറിയാം നിങ്ങൾക്ക്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുനിഞ്ഞു നിന്നും ഭക്ഷണം കഴിക്കുന്നു നടക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇങ്ങനെ 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 ഇട്ട് ഇളക്കിയിട്ടൊക്കെ ആളുകളെ കാണിച്ചിട്ട് പൈസ മേടിക്കുന്നത് എന്ത് പരിപാടിയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. Hi. I'm sweating, guys. I'm sweating. Bye, guys. ഇതൊക്കെ നമ്മുടെ വളർന്നു വരുന്ന സൊസൈറ്റിക്ക് വല്ലാണ്ട് ദോഷം ചെയ്യും. കാരണം വളർന്നു വരുന്ന ആൾക്കാരാവട്ടെ കുട്ടികളാവട്ടെ സോഷ്യൽ മീഡിയ ഏത് രീതി കൈകാര്യം ചെയ്യണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടിയാണ്? അതിലിടുന്ന വീഡിയോസ് അതിന് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യം അനാവശ്യ സാധനങ്ങൾക്കൊക്കെയാണ്. നമുക്കിങ്ങനെ മോശമായ ശരീരം പ്രദർശിപ്പിച്ചും പൈസ ഉണ്ടാക്കാമെന്നൊക്കെ തെറ്റായ ഇൻസ്ട്രക്ഷൻസും സന്ദേശങ്ങളും മുമ്പോട്ട് വരുന്ന ജനറേഷന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരിത് കാണിച്ചു, നാളെ ഇവരെ അനുകരിച്ച് ഇതേമാതിരി വേറെ എന്തോരം പിള്ളേർ ഈ സബ്സ്ക്രിപ്ഷനും തുറന്നു വെച്ച് 180, 200, 290 മേടിച്ചു വെച്ചിട്ട് സ്വന്തം ശരീരഭാഗങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കില്ല എന്ന് ആര് കണ്ടു? ജസ്റ്റ് പോക്കറ്റ് മണിക്ക് വേണ്ടി. അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ എന്താ എന്നുള്ളൊരു സാധനം വരും ആൾക്കാരുടെ തലയിൽ. ഹൻസികേൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത്തിരി ഓവർ ഫാഷനബിളായിട്ട് ധരിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അവർ പുറത്ത് പോകുമ്പോഴാവട്ടെ ഇവിടുന്ന് ആവട്ടെ ഒക്കെ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ വസ്ത്രത്തിന്റെ അളവ് കുറഞ്ഞ രീതിയിൽ ധരിക്കുന്ന ആൾക്കാരാണ്. വസ്ത്ര സ്വാതന്ത്ര്യം അവരവരുടെ ഇഷ്ടമാണ്, അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ധരിച്ചോട്ടെ. അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. പകരം ഇങ്ങനൊരു സാധനം തുടങ്ങിയിട്ട് അതിൽ നിന്ന് ആൾക്കാരുടെ, അതായത് ഈ പെണ്ണുങ്ങളുടെ എവിടെയെങ്കിലും ഒരു സൈഡ് മാത്രം കണ്ട കിളി പോകുന്ന ആണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തിട്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് സ്വന്തം ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ നടക്കുമ്പോൾ കുലുങ്ങുന്നത്, വയറ്, ഓരോ നമുക്ക് കണ്ടാൽ തന്നെ എന്തെങ്കിലും അസഹം തോന്നുന്ന സൈസ് ഗസ്റ്റേഴ്സ്, നാക്കിട്ട് പുറത്ത് കാണിക്കുക, നാക്ക് തള്ളി കാണിക്കുക, ഓരോ രീതികൾ, ആംഗ്യങ്ങൾ, ആക്ഷൻ, ഇതൊക്കെ എന്തിൻ്റെ ആവശ്യത്തിനാണ്? ഇതൊക്കെ എന്താവശ്യത്തിനാണ്? ആ കുട്ടി പഠിക്കുന്നുണ്ട്, പൈസയ്ക്ക് വലിയ കുറവൊന്നുമില്ല, അത്യാവശ്യത്തിനുള്ള വീട്ടിലാണ്. പക്ഷേ എന്നാലും ഇങ്ങനെ മോശമായിട്ട് ഓരോ സാധനങ്ങൾ പടച്ചു വിട്ടിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അതിന് എന്ത് നേടാനാണ് എന്ന് മനസ്സിലായില്ല. തുമ്പി അമ്മാവനും കൂടെ കാട്ടിക്കൂട്ടുന്ന അപരാധങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ലോകത്തില്ലാത്ത എല്ലാ കാട്ടപരാധങ്ങളും മുഴുവൻ കാണിച്ചു വെക്കുന്നുണ്ട് രണ്ടും കൂടെ. അമ്മാവനാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കറിയില്ല വാട്ട് കൈൻഡ് ഓഫ് അമ്മാവൻ ഈസ് ദാറ്റ്, അല്ലേ? ഇങ്ങനെയുണ്ടോ അമ്മാവന്മാർ? പക്ഷെ ഇയാൾ ആ കുട്ടീൻ്റെ ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ചിട്ട് അയാളുടെ കൂടെ നടക്കുകയാണെങ്കിലും ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അതല്ലാതെ അയാൾ എന്തോ ആ പെണ്ണിനെ കൊണ്ടുവച്ചിട്ട് മുതലെടുക്കുന്ന പോലെയാണ് അയാളുടെ പല വീഡിയോസും കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ഇഷ്ടം മറ്റുള്ളവരുടെ കുടുംബജീവിതങ്ങളെ തകർക്കുന്ന പോലെ ആവരുത് എന്ന് മാത്രം. ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്നത പ്രദർശിപ്പിക്കുക എന്നൊരു അവിടെ അർത്ഥം വെക്കുന്നില്ല. ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ധരിച്ചോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്ര സ്വാതന്ത്ര്യം ഒരാളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരാളുടെ നഗ്നത പ്രദർശിപ്പിക്കുക എന്നുള്ളതിൽ അവിടെ അർത്ഥമില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഓസി അവരുടെ കുട്ടീനെയും കൊണ്ട് കടൽ തീരത്ത് ഇങ്ങനെ പോയിട്ട് അതിനെ കുഞ്ഞിർത്തി വെള്ളം തൊടിയിക്കുന്ന ഇതുണ്ടായിരുന്നു, ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ ആൾക്കാർ പോയിട്ട് ഒരുപാട് പേര്
കുട്ടിക്ക് പാമ്പേഴ്സും അമ്മയ്ക്ക് പാമ്പേഴ്സും, അങ്ങനെ ഒരുപാട് നെഗറ്റീവ്. ഒരു വെള്ള ട്രൗസർ പോലത്തെ ഏതാണ്ടാണ് ഇട്ടിട്ടുള്ളത്. അതിനും ഒത്തിരി പേര് വല്ലാതെ നെഗറ്റീവ്സ് പറയുന്നത് കണ്ടു. അപ്പം ഞാൻ ആദ്യം കരുതി ഇതിനിപ്പോൾ നെഗറ്റീവ് പറയാൻ എന്താണ്, അവിടെ ബീച്ചിൽ കംഫർട്ടബിൾ ആയ ഒരു ഡ്രസ്സ് വെള്ളം നനയുന്ന സമയത്ത് സാധാരണ പുറത്തൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സ് അവരിട്ടു, അത് ഇട്ടിട്ട് കുഞ്ഞെന്ന കൊച്ചിനെ കളിപ്പിക്കുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് തൊടവശം മാത്രമേ കാണുന്നുള്ളൂ. അതിന് ഇത്രമാത്രം നെഗറ്റീവ് പറയാൻ എന്താണ് എന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ. അതിലെ കമൻറ്റ് ബോക്സ് ഒത്തിരി പേര് മോശം, വളരെയധികം മോശം, ഒരു കൊച്ചിൻ്റെ അമ്മയാണ്, ഒരു സ്ത്രീയാണ്, ആ ഒരു പരിധി വിട്ട് വല്ലാതെ വൃത്തികെട്ട രീതിയിൽ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെന്താണ് ഇതിങ്ങനെ, ആൾക്കാർ എന്തിനാ അവരുടെ വസ്ത്രത്തിനെ കുറ്റം പറയുന്നു? വസ്ത്രമൊക്കെ ഒരാളുടെ സ്വാതന്ത്ര്യമല്ലേ? ഇത് ഇത്രമാത്രം കണ്ടിട്ട് കൺട്രോൾ പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് കാണാതിരിക്കും. പെണ്ണിൻ്റെ ഏതെങ്കിലും ഒരു വശം കണ്ടാൽ കൺട്രോൾ പോകുന്ന പുരുഷന്മാരാണെങ്കിൽ നാളെ അവൻ്റെ അമ്മ അലക്കുന്ന സമയത്ത് കുനിഞ്ഞ് അവൻ്റെ അമ്മയുടെ ഫ്രണ്ട് വശം കാണുമ്പോഴോ, അല്ലെങ്കിൽ പെങ്ങളുടെ ഉടുപ്പ് ലേശം ഒന്ന് മാറുമ്പോഴോ, മകൾ എന്താണ് വേറെ ഏതെങ്കിലും രീതിയിൽ കാണുമ്പോഴോ അയാൾക്ക് ഇതിലും വലിയ ത്വര വീട്ടിലുള്ള സ്ത്രീകളോട് തോന്നുമല്ലോ എന്നൊക്കെ ചിന്തിച്ച ഒരാളാണ് ഞാൻ. ഒരിക്കലും ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം ഒരു പുരുഷനെ, ഒരു സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ഒരു ലൈസൻസ് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ പുരുഷന്മാർ, ഞാൻ പറഞ്ഞല്ലോ, ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പുരുഷന്മാരെ മുതലെടുക്കുന്ന രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ചാനൽസ് തുടങ്ങി വെച്ച് പൈസ ഏൺ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഞാൻ എതിര് തന്നെയാണ്. എനിക്ക് അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കണ്ടെടുത്താൻ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് അവരുടെ വീഡിയോസിനൊക്കെ ഞാൻ നെഗറ്റീവായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിയായൊരു നടപടിയല്ല. മാന്യമായ ഒരുപാട് ജോലികൾ നമുക്ക് സ്ത്രീകൾക്കുണ്ടെങ്കിലും, സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ അളവിൽ തുണി അഴിച്ചും പറിച്ചും ആൾക്കാരെ കാണിച്ചും മാത്രം വരുമാനം ഉണ്ടാക്കുന്നതിൽ എത്രയോ ബെറ്ററായിട്ട് നാട്ടിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവരെ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണാണ്ട് പോകരുത്. അതും കൂടെ ഞാൻ നിങ്ങളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെങ്കിലും ഈ കുട്ടി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഒട്ടും പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ, അമ്മ, ആ സിന്ധു കൃഷ്ണ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ മക്കളെ വളർത്തിയൊരു സ്ത്രീയാണെന്നൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നെയാണ്. കാരണം 4 കുട്ടികളും മെച്യൂർഡാണ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇഷാനി പിന്നെയും കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഹൻസിക കൃഷ്ണേനെ